ഇലക്ട്രൽ ബോണ്ട് കേസിൽ SBIക്ക് തിരിച്ചടി. കടപ്പത്രം വഴി രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ച സംഭാവനകളുടെ മുഴുവൻ വിവരങ്ങളും നാളെ വൈകിട്ട് 5:30 മുമ്പ് കൈമാറാൻ നിർദ്ദേശം നൽകി. ജൂൺ 31 വരെ സമയം വേണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളി. നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും സുപ്രീം കോടതി താക്കീത് നൽകി. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ആർക്കെ, എന്തായാലും SBIക്ക് സുപ്രീം കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. എന്താണ് കോടതി ഉത്തരവിന്റെ വിശദാംശങ്ങൾ? ഇന്നത്തെ കോടതി ഉത്തരവിനെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു ചോദ്യമാണ്. ഭരണഘടനാ ബെഞ്ചിന്റെ ഉത്തരവിനെ എങ്ങനെ ലംഘിക്കാനായിട്ട് ഒരു അപേക്ഷ കൊണ്ട് SBI പോലെയുള്ള ഒരു സംവിധാനത്തിന് സാധിക്കും എന്നുള്ളതാണ്. ഇന്നലെ ശനിയാഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമയപരിധി അവസാനിച്ചിരുന്നത്. ആ ഘട്ടത്തിൽ 2 ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് SBI തങ്ങൾ ഉത്തരവിലൂടെ 5 അംഗ ഭരണഘടനാ ബെഞ്ച് ഉത്തരവിലൂടെ നിർദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പാക്കാൻ സാവകാശം തേടി ജൂൺ 31 വരെ സമയം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് എത്തുന്നത്. ആധികാരികമായിട്ടുള്ള ഏതെങ്കിലും വസ്തുതകളെ ആശ്രയിച്ചാൽ ഈ അപേക്ഷയുടെ താല്പര്യം അത് ഉചിതമല്ല എന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. ഏറ്റവും ആദ്യം തന്നെ ഈ അപേക്ഷയുമായി സുപ്രീം കോടതിയിൽ SBIയെ പ്രതിനിധീകരിച്ചത് മുതിർന്ന അഭിഭാഷകൻ ഹരീഷ് സാൽവെ ആയിരുന്നു. അദ്ദേഹം ഈ വിഷയത്തെ വളരെ തന്ത്രപരമായിട്ട് അവതരിപ്പിക്കുക എന്നൊരു സമീപനമാണ് സ്വീകരിച്ചത്. അപേക്ഷയുടെ ഉള്ളടക്കം ഏതെങ്കിലും വിധത്തിൽ സുപ്രീം കോടതി ഉത്തരവിനെ അതിന്റെ താല്പര്യത്തെ ലംഘിക്കുന്നതല്ല എന്ന് ബോധ്യപ്പെടുത്താനാണ് അദ്ദേഹം ആദ്യം തന്റെ വാദങ്ങൾ കൊണ്ട് ശ്രമിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ തങ്ങൾ പാലിച്ചു എന്ന് ആയിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ വാചകം. അതിന് ഈ ഉത്തരവ് പാലിച്ചു എന്ന് അദ്ദേഹം പറയാനായിട്ടുള്ള അടിസ്ഥാന കാരണമായി ഉപയോഗിച്ചത് ഇലക്ട്രൽ ബോണ്ടുകൾ നൽകുന്നത് തങ്ങൾ ഉത്തരവ് വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ നിർത്തിവെച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു. അതിന്റെ ക്രെഡിറ്റ് എടുത്തുകൊണ്ട് തുടർന്ന് നടപടികൾ പൂർത്തിയാക്കാനും സാങ്കേതികമായിട്ടുള്ള വലിയ സമയപരിധി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ആവശ്യമാണ് എന്ന് സുപ്രീം കോടതിയെ ബോധിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. പക്ഷേ അതിന് സുപ്രീം കോടതി തയ്യാറായില്ല. മറിച്ച് സുപ്രീം കോടതിയുടെ പക്കൽ ഉള്ള ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ചില വിവരങ്ങൾ ഉന്നയിച്ചുകൊണ്ട് SBI സമർപ്പിച്ച അപേക്ഷ, അതിന്റെ താല്പര്യം, ഏതാനും പാർട്ടികൾ നൽകിയ അല്ലെങ്കിൽ പാർട്ടികൾ കൈപ്പറ്റിയ ഈ ഫണ്ടുകൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ പുറത്തുവിടാൻ ഇനി സാവകാശം വേണമെന്ന് ആവശ്യപ്പെടുകയല്ലേ എന്ന ഒരു ചോദ്യമാണ് ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്ത് നിന്ന് വന്നത്. അതിനെ ഖണ്ഡിക്കാനായി ഒരുപക്ഷെ മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള ഹരീഷ് സാൽവെക്ക് സാധിച്ചില്ല എന്നത് ആയിരിക്കും ഏറ്റവും ഉചിതം. പൂർണ്ണമായിട്ടും ഈ ഉത്തരവ് നടപ്പാക്കാനായിട്ട് ജൂൺ 31 വരെ സാവകാശം വേണമെന്ന് ആവശ്യപ്പെട്ട് വാദം ആരംഭിച്ച SBI ഏതാണ്ട് പകുതിക്ക് വെച്ച് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് അനുകൂലമല്ലാത്ത സമീപനമാണ് ഉണ്ടാകുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ വാദങ്ങളിൽ ചില ഭേദഗതി വരുത്തി. ആവശ്യമാണെങ്കിൽ ഈ ബോണ്ട് വാങ്ങിയവരെ സംബന്ധിച്ചും ഈ ബോണ്ട് വാങ്ങിയവർ എത്ര തുകയാണ് നൽകി വാങ്ങിയത് എന്നതിനെ സംബന്ധിച്ചും ഉള്ള വിവരങ്ങൾ വരുന്ന 3 ആഴ്ചയ്ക്കുള്ളിൽ നൽകാം എന്ന രീതിയിലുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അതിലുപരി 2 സൈലോകളിലായിട്ട് സംഭരിച്ചിരിക്കുന്ന വിവരങ്ങളാണ് തങ്ങളുടെ പക്കൽ ഉള്ളത്. അത് ക്രോഡീകരിക്കുക, അത് ഏകോപിപ്പിക്കുക, ഇവയൊക്കെ സാങ്കേതികമായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, ഏറെ നീണ്ട പ്രവർത്തന സമയം വേണ്ട നടപടിക്രമങ്ങളാണ്. അതിനെ ആ വിധത്തിൽ കൈകാര്യം ചെയ്തേ മതിയാകുകയുള്ളൂ. സുപ്രീം കോടതിയുടെ ഉത്തരവിനെ അതിന്റെ ഏറ്റവും ഉചിതമായിട്ടുള്ള താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ കണക്കാക്കാനായിട്ട് തയ്യാറെടുക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് വിവരങ്ങൾ കൃത്യതയോടുകൂടി തന്നെ പ്രസിദ്ധീകരിക്കണം എന്നതാണ് SBIയുടെ തീരുമാനം. അതിനു വേണ്ടിയിട്ടാണ് ഈ സാവകാശം തങ്ങൾ ചോദിക്കുന്നത്. അല്ലാതെ വിവരങ്ങൾ നൽകാതിരിക്കാനുള്ള ഒരു തന്ത്രമല്ല തങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിലായിരുന്നു SBIയുടെ വാദങ്ങൾ. പക്ഷേ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് അതിന് അനുബന്ധമായിട്ടുള്ള ഒരു അനുകൂല നടപടി SBIക്ക് ഉണ്ടായില്ല. മറിച്ച് സുപ്രീം കോടതിയുടെ പക്കൽ ഉണ്ടായിരുന്ന ചില ചോദ്യങ്ങൾ അതിന് ഉത്തരം പറയാനായിട്ട് SBIക്ക് സാധിച്ചില്ല സാങ്കേതികമായി എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ. സുപ്രീം കോടതി ചോദിച്ച ചോദ്യങ്ങളിൽ ഇത്തരത്തിൽ ഇലക്ട്രൽ ബോണ്ടുകൾ കൈപ്പറ്റാനായി അല്ലെങ്കിൽ വാങ്ങാനായി പണം മുടക്കുന്നവർ ഒരു അപേക്ഷ സമർപ്പിക്കണം. ആ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം KYC നൽകണം. ആ KYC പ്രകാരം നിശ്ചിതമായിട്ടുള്ള സംവിധാനങ്ങൾ വഴി, അത് NEFTയും ഒപ്പം RTGSഉം അടക്കമുള്ള സംവിധാനങ്ങൾ വഴിയാണ് ഈ തുകകൾ ബോണ്ടുകളാക്കി കൺവേർട്ട് ചെയ്യാനായി SBIക്ക് കൈമാറിയിട്ടുള്ളത്. അപ്രകാരമാണ് ബോണ്ടുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ട ബോണ്ടുകൾ രാജ്യത്തിന്റെ
എല്ലായിടങ്ങളിലും ഉള്ള 19 ശാഖകൾ, കേവലം 19 ശാഖകളിൽ കൂടിയാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് കറണ്ട് അക്കൗണ്ടുകൾ വഴി, അവർ ഇതിനായി ഉണ്ടാക്കിയ പ്രത്യേക കറണ്ട് അക്കൗണ്ടുകൾ വഴി വാങ്ങാനായിട്ട് സാധിച്ചത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ 19 കറണ്ട് അക്കൗണ്ടുകൾ പരിശോധിച്ചാൽ ആരുടെ പണമാണ് വാങ്ങിയത് അത് ബലത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞത്, ഈ കറണ്ട് അക്കൗണ്ടുകൾ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഈ വിവരങ്ങൾ ഏകോപിപ്പിക്കാൻ ഇനി മാസങ്ങൾ വേണമെന്ന് പറയുന്നതിന് ഒരു അടിസ്ഥാനവുമില്ല. അതുകൊണ്ട് തന്നെ നാളെ വൈകിട്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ ഇലക്ഷൻ കമ്മീഷന് SBI കൈമാറണം എന്ന നിർദ്ദേശമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ ഉത്തരവിനെ ഇത്ര ലാഘവത്തോടുകൂടി മറികടക്കാനായിട്ടുള്ള ശ്രമം SBI നടത്തിയതിനെ സുപ്രീം കോടതി രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു. ഇതനുസരിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് SBI സമർപ്പിച്ച മിസലേനിയസ് ആപ്ലിക്കേഷനും ഒപ്പം ഈ കേസിന്റെ ഭരണഘടനാ ബെഞ്ചിന്റെ ഉത്തരവിന് കാരണമായിട്ടുള്ള കേസിന്റെ വാദികളായിട്ടുള്ള ആളുകൾ സമർപ്പിച്ച കണ്ടംപ്റ്റുമാണ് സുപ്രീം കോടതിയുടെ പക്കൽ അപേക്ഷകളായിട്ട് ഉണ്ടായിരുന്നത്. ഇതിൽ SBIയുടെ അപേക്ഷ അത് സുപ്രീം കോടതി തള്ളി. മറ്റപേക്ഷകൾ സുപ്രീം കോടതിയുടെ കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളിൽ സുപ്രീം കോടതി ഉത്തരവ് പറഞ്ഞത്. സുപ്രീം കോടതിയെ സംബന്ധിച്ച് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ചോദ്യങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ് ഉണ്ടായത്. ഇതിൽ അപേക്ഷകൾ നൽകി SBIക്കെതിരെ കണ്ടംപ്റ്റ് നൽകിയിട്ടുള്ള വിഭാഗത്തിന്റെ വിശദമായിട്ടുള്ള വാദം കേൾക്കാനായി സുപ്രീം കോടതി മുതിർന്നില്ല. മറിച്ച് ഭരണഘടനാ ബെഞ്ചിന്റെ ഉത്തരവ് അത് എന്തായാലും അത് പാലിച്ചേ മതിയാകൂ, സമയബന്ധിതമായി അത് നടപ്പാക്കിയിരിക്കണം എന്ന താല്പര്യം തന്നെയാണ് സുപ്രീം കോടതിയെ നയിച്ചത് എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിലാണ് ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്ത് നിന്ന് ഈ ഉത്തരവ് പറഞ്ഞത്. ഈ വാദങ്ങൾ SBIയുടെ അഭിഭാഷകനായിട്ടുള്ള ഹരീഷ് സാൽവെ വാദം പറയുന്ന ഘട്ടത്തിൽ ചില ഇടവേളകളിൽ സുപ്രീം കോടതി പരസ്പരം ഈ 5 അംഗ ബെഞ്ചിലെ അംഗങ്ങൾ പരസ്പരം വിവിധ വിഷയങ്ങളുമായി ഉന്നയിക്കപ്പെട്ട വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശയവിനിമയം നടത്തി. അതിനുശേഷം ഈ ഐകകണ്ഠേനയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിലപാടിലേക്ക് ബെഞ്ച് എത്തിയത്. ചീഫ് ജസ്റ്റിസ് ആണ് ഇന്ന് സമർപ്പിക്കപ്പെട്ട അപേക്ഷ SBIയുടെ അപേക്ഷ തള്ളിക്കൊണ്ടും മറ്റപേക്ഷകൾ കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ തീരുമാനിച്ചുകൊണ്ടും ഉള്ള ഉത്തരവ് വ്യക്തമാക്കിയത്. ഇത് പ്രകാരം SBIക്ക് നാളെ വൈകിട്ടതിന് മുൻപ് നിലവിൽ ആവശ്യപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ, അതായത് ഭരണഘടനാ ബെഞ്ച് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറണം. തെരഞ്ഞെടുപ്പ് കമ്മീഷനാകട്ടെ മാർച്ച് 15-ന് ഇവ പബ്ലിഷ് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന നിർദ്ദേശം. വളരെ വലിയ ഒരു ബാധ്യത SBIയെ സംബന്ധിച്ച് ഉണ്ടാക്കുന്നതാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇന്ന് വന്നിരിക്കുന്ന ഉത്തരവ്. കാരണം രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാങ്ക്, അതിന്റെ നടപടിക്രമങ്ങൾ, ഇതിനൊക്കെ മേലാണ് സുപ്രീം കോടതി ഇന്ന് സംശയം പ്രകടിപ്പിച്ചത്. കോർ ബാങ്കിംഗ് സംവിധാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ അത് റിവേഴ്സ് രീതിയിൽ പാലിക്കാൻ സാധിക്കില്ല എന്ന വാദമൊക്കെ സുപ്രീം കോടതിയിൽ ആദ്യം SBI ഉന്നയിച്ചെങ്കിലും പിന്നീട് അവർ അതിൽ നിന്ന് പിന്നോക്കം പോയി. തിരിച്ചടി ഉണ്ടാകും എന്ന് തോന്നിയ ഘട്ടത്തിൽ ഈ പണം നൽകി ബോണ്ട് വാങ്ങിയവരെ സംബന്ധിച്ചും ആ ബോണ്ട് വാങ്ങാനായി അവർ വിനിയോഗിച്ച തുകയെ സംബന്ധിച്ചുമുള്ള കാര്യങ്ങൾ തങ്ങൾക്ക് ഒരു 3 ആഴ്ച സമയം അനുവദിച്ചാൽ നൽകാൻ സാധിക്കും എന്നായിരുന്നു SBI പറഞ്ഞത്. അതിനുപോലും സുപ്രീം കോടതി ചെവി കൊടുത്തില്ല. മറിച്ച് ഈ വിവരങ്ങൾ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഇടങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അവിടങ്ങളിൽ നിന്ന് ഈ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കാനായിട്ട് വളരെ ലളിതമായിട്ട് സാധിക്കും. അതിന് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സാങ്കേതിക മേലങ്കി ചാർത്തേണ്ട ആവശ്യമില്ല എന്ന നിലപാടിലേക്കാണ് സുപ്രീം കോടതി എത്തിയത്. എന്തായാലും തന്ത്രപരമായ വാദമാണ് SBIയുടെ അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിച്ചത്. ഇത് മറ്റു താല്പര്യങ്ങൾ വെച്ചല്ലേ എന്നുള്ളതും കൂടെ, ഇത്രയും സാവകാശം ആവശ്യപ്പെട്ടത്, കോടതിയിൽ ഇത്രയധികം സാവകാശം ആവശ്യപ്പെട്ടത് മറ്റു താല്പര്യങ്ങൾ വെച്ചല്ലേ എന്ന് കരുതേണ്ടതുണ്ടോ? അത്തരത്തിലൊരു ചോദ്യം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ? കോടതി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളിൽ ഏതെങ്കിലും വിധത്തിൽ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെ ഉദ്ധരിച്ച് ഒരു പരാമർശവും നടത്തിയിട്ടില്ല. പക്ഷേ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള നിരീക്ഷണങ്ങൾ നിലവിലുള്ള സാഹചര്യത്തിൽ വളരെ കൃത്യമായിട്ട് പതിക്കേണ്ടവരിൽ എത്തുന്നതാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കോടതി ഇക്കാര്യത്തിൽ പറഞ്ഞ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം, ഈ ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ അപേക്ഷ സമർപ്പിച്ച ഘട്ടത്തിൽ ജൂൺ 31 വരെ സാവകാശം വേണം എന്നുള്ള അപേക്ഷയാണ് SBI നൽകിയിരുന്നത്. വാദത്തിനിടയിൽ SBI അവരുടെ നിലപാട് പരിഷ്കരിച്ച് 3 ആഴ്ച സമയം നൽകിയാൽ ബോണ്ടുകൾ വാങ്ങിയവരെ സംബന്ധിച്ചും വാങ്ങാനായി എത്ര തുക ചിലവിട്ടു എന്നതിനെ സംബന്ധിച്ചും ഉള്ള വിവരങ്ങൾ നൽകാനായിട്ട് സാധിക്കും എന്ന് പരിഷ്കരിച്ച് നിലപാട് സ്വീകരിച്ചു. എന്നാൽ രാഷ്ട്രീയ പാർട്ടികൾ ആരൊക്കെയാണ് ഈ ബോണ്ടുകൾ കൈപ്പറ്റിയത് എന്നതിനെ സംബന്ധിച്ചും എത്രയെത്ര തുക ആരിലൊക്കെ നിന്നാണ് ഈ ബോണ്ടുകൾ കൈപ്പറ്റിയത് എന്നതിനെയൊക്കെ സംബന്ധിച്ചുമുള്ള വിവരങ്ങൾ നൽകുന്നതിൽ അപര്യാപ്തതകളുണ്ട്, അല്ലെങ്കിൽ അത് സാധിക്കില്ല
വേഗത്തിൽ എന്ന നിലപാടാണ് SBI പറഞ്ഞതെന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഇത് പ്ലെയിനായി വായിക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയ പണം അത് ആരിൽ നിന്നാണ് ബോണ്ടുകളായി രാഷ്ട്രീയ പാർട്ടികൾ കൈപ്പറ്റിയത്, ഈ വിവരം പുറത്തുവിടാനായി തൽക്കാലം SBIക്ക് സമയം വേണം എന്ന ആവശ്യമാണ് ഈ അപേക്ഷ പ്രതിഫലിപ്പിക്കുന്നത് എന്നായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്ത് നിന്ന് വന്ന നിരീക്ഷണം. അതിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ചിരിക്കുന്ന ഈ അപേക്ഷയിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഉചിത താല്പര്യം ഉണ്ട് എന്ന് തോന്നുന്നില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി.